ചേട്ടാ ഇപ്പൊ കമ്പി എണ്ണുന്ന എലീനയല്ലേ നമുക്ക് കാണാൻ സാധിക്കുന്നത്. കുറച്ച് കഴിയുമ്പോ അഴി എണ്ണുന്ന എലീനെ കാണേണ്ടി വരും. അതല്ല, അത് കുട്ടിത്തെ അഭിനയിക്കുവാണോ? തമാശ എന്തെങ്കിലും ആയിരുന്നോ പറയുന്നത്? അല്ലല്ല, ഞങ്ങളാണോ വേറെ കാര്യം പറഞ്ഞതാ. ആണോ? എന്നാ ചെവിന്ന് അപ്പുറത്തൂടെ പറഞ്ഞു ബാബു ഒരാൾ എല്ലി വലിച്ചു കിട്ടിയില്ല. നമുക്ക് മാറി സംസാരിക്കാം. നമ്മൾ മാറി സംസാരിക്കാം. എന്താണ് ഇവിടെ അതിന് വെട്ടിത്തിരിച്ചു വെച്ചേക്കുന്ന കാര്യം? നിങ്ങൾ എന്തായാലും ഞാൻ കോമഡി മാസ്റ്റേഴ്സിലേക്ക് സ്വാഗതം ചെയ്ത കൂട്ടത്തിൽ തന്നെ എന്റെ പ്രേക്ഷകരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു കോമഡി മാസ്റ്റേഴ്സിലേക്ക്. വീണ്ടും അറിവിന്റെ ലോകത്തേക്ക് നമ്മൾ പോവുകയാണ്. ഈ കമ്പിയൊക്കെ നിരത്തി വെച്ചിട്ട് എന്തിന്റെ അറിവാണ് ഉദ്ദേശിക്കുന്നത്? കണ്ടിട്ട് എന്താന്നാ തോന്നുന്നത്? അല്ലല്ല, അങ്ങനെ തമാശ. അതെങ്ങനെയാ ഡ്രൈവിംഗിന്റെ ABCD അറിയാവുന്ന ഇവരോട് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ബെസ്റ്റ് ആളാ. കമ്പിയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് കമ്പിയെ പറ്റി ആധികാരികമായി പറയാൻ സംസാരിക്കാൻ മാത്രമേ പറ്റുള്ളൂ. കാരണം അതെന്താന്ന് വെച്ചാൽ ഞാൻ വണ്ടി ഓടിച്ച് കമ്പികൾ ഒരു 10-200 എണ്ണം ഞാൻ തട്ടിക്കളഞ്ഞു. അങ്ങനെ എനിക്കൊന്ന് അങ്ങനെയാണെന്ന് തോന്നുന്നു. ആ എടപ്പള്ളി എവിടെയായിരുന്നു സംഭവം നടന്നത്? പാലാരിവട്ടത്ത് പുതിയ സ്ട്രീറ്റ് ലൈറ്റ് ഒക്കെ വന്നത് ദേവിചന്ദ്ര കാരണമാണ്. എല്ലാം പഴയതെല്ലാം ഇടിച്ച് അവിടെ നാട്ടുകാർ പറഞ്ഞു അവർക്ക് കണ്ണ് കാണാൻ പറ്റുന്നില്ല രാത്രിയൊക്കെ. പിന്നെ അവർക്ക് നേരെ വന്ന് മെട്രോ ചെയ്താൽ മതിയായിരുന്നു. അല്ല, ഇതെന്താ പരിപാടി? അതിനുശേഷം ദേവി ചേച്ചി പിന്നെ ഡ്രൈവ് ചെയ്തിട്ടുണ്ടോ? ഡ്രൈവ് ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട് അതിയായ, പക്ഷെ വണ്ടി തരുന്നില്ല. അല്ല, അതിനുള്ള കമ്പിയില്ല. ഒരു ബുൾഡോസറിന് അപേക്ഷിച്ചിട്ടുണ്ട്. IRDP ലോൺ വഴി കിട്ടിയാൽ ഓടിക്കും. ശരി, പക്രുചേട്ടന് എപ്പോഴെങ്കിലും ഡ്രൈവ് ചെയ്യണം. എനിക്ക് തോന്നുന്നു നമ്മൾ പല കോൺവെർസേഷനിലും എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയൊരു കാര്യം, പക്രുചേട്ടന് വണ്ടികളോട് അതിയായ ഭ്രാന്തുണ്ട്. വണ്ടിയോട് ഭ്രാന്തനാണ് വണ്ടിയുടെ കാര്യം പറയുമ്പോൾ. പക്ഷെ വണ്ടി എടുത്ത് പൈസ കളഞ്ഞുള്ള ഭ്രാന്തില്ല. ഡ്രൈവിംഗ് 100 പ്രാവശ്യം പണ്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോഴാണ് എന്നെ പിടിച്ചകത്തത്. അതെ, കാരണം അങ്ങനെയല്ല, അങ്ങനെ ചെയ്യാൻ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ മാറി. ഒരു സിനിമയ്ക്ക് വേണ്ടി മടിയിലിരുന്ന് ഡ്രൈവിംഗ് ആഗ്രഹത്തിന്റെ പേരിൽ അങ്ങനെ കുറച്ച് ഓടിച്ചിട്ടുണ്ട്. പിന്നെ ഇടയ്ക്ക് ചെല്ലുമ്പോ ആരും ഇല്ലെങ്കിൽ ലുലുമാളിൽ പിള്ളേരിരിക്കുന്ന കയറി ഓടിക്കുന്നു. പിന്നെ ഇതിന്റെ കൂടെ ചേർത്ത് പിടിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്റെ അടുത്ത് കുറെ സുഹൃത്തുക്കളൊക്കെ പറഞ്ഞു ഇങ്ങനെ നമുക്ക് ബ്രേക്ക് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് എന്റെ രീതിയിൽ വണ്ടി ഓൾട്ടർ ചെയ്ത് സെറ്റ് ചെയ്തെടുക്കാം, അത് താല്പര്യം ഉണ്ടെന്നൊക്കെ ചോദിച്ചു എന്നെ കുറെ പേര് വിളിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു ഞായറാഴ്ച വാ നമുക്ക് കാണാം എന്നൊക്കെ പറഞ്ഞിട്ട് വൈഫ് ചോദിച്ചു ആരാ വിളിച്ച്. അപ്പൊ ഞാൻ പറഞ്ഞു ഇങ്ങനെ വണ്ടിയൊക്കെ സെറ്റ് ചെയ്തിരുന്ന ഒരാളെ വിളിച്ചെന്ന്. പിറ്റേ ദിവസം അവള് പറഞ്ഞു നേരെ പോയി ഡ്രൈവിംഗ് സ്കൂളിൽ ചേരുമായിരുന്നു. എന്നിട്ട് അവൾ എന്നോട് പറഞ്ഞു അല്ല ആ പരിപാടിക്ക് പോകണ്ട, ഞാനുണ്ട്, ഞാൻ വിളിച്ചു. ഇപ്പൊ അവളെല്ലാ വണ്ടി ഓടിക്കും, ഏത് വണ്ടി കൊടുത്താലും. വണ്ടി അത്യാവശ്യം ഓടിക്കും. ഷൂട്ടിനൊക്കെ പോകുമ്പോ പൊതുവെ ഡ്രൈവ് ചെയ്യുന്നത് ലൈസൻസ് എടുക്കാൻ പോയപ്പോഴും ഈ എന്റെ മാഷ് പറഞ്ഞു ലൈസൻസ് എടുക്കാൻ പോകുമ്പോൾ നമ്മൾ തന്നെ ഓടിക്കണം. ഡ്രൈവറിനെ കൊണ്ട് പോയ ആദ്യ വ്യക്തിയാണ്. ബൈക്ക് ലൈസൻസ് എടുക്കാൻ പോയപ്പോഴേ നമ്മൾ ഈ ആശാൻ പറയുമല്ലോ എന്തും നമ്മൾ ചത്താലും കാലും നിലത്ത് കുത്തരുന്നു. അവിടെ മെറ്റൽ കൂണി ഉണ്ടായിരുന്നു. ഇതിന്റെ മേളിൽ വണ്ടി വീണു ഇറഞ്ഞ താഴെ ഞാൻ ഈ മുട്ടൊക്കെ ഉറഞ്ഞു കാല് കുത്തിയിട്ടില്ല. ഇങ്ങനെ എന്താ കാല് കുത്തരുത് ചിരിച്ചുകൊണ്ട് പുള്ളി പറഞ്ഞു മതി എടുക്കണ്ട ലൈസൻസ് തന്നു. എന്റെ ലൈസൻസ് എടുക്കുന്നത് ഭയങ്കര കോമഡിയായിരുന്നു. പെട്ടെന്ന് നമുക്കൊരു ഷൂട്ടിന് വേണ്ടിട്ട് ചെന്നൈയിൽ അവിടെ ലൈസൻസ് ഇല്ല, നമുക്ക് വണ്ടി തരത്തില്ല. അതിനുവേണ്ടി പെട്ടെന്ന് വണ്ടി ഓടിക്കാനൊന്നും അല്ല, അത് കഴിഞ്ഞിട്ടാണ് പിന്നെ പഠിച്ചത്. അപ്പൊ പെട്ടെന്ന് എടുക്കണം. അപ്പൊ പക്ഷെ സർട്ടിഫൈ ചെയ്യണമല്ലോ. അപ്പൊ അത് ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞാൽ പാവ ആ സാറ് റിട്ടയർ ആയി പോയിരിക്കണം, അല്ലെങ്കിൽ അതായത് എടുക്കണം. തൊട്ടപ്പുറത്ത് എച്ചും എടുത്തോണ്ടിരിക്കുക, 2 വീലറും 4 വീലറും. ഞാൻ ഇവിടുത്തെ കമ്പിയെല്ലാം കളഞ്ഞു, അപ്പുറത്തെ കമ്പി കമ്പി അലർജി, എനിക്ക് കമ്പി അലർജിയാ ചേട്ടാ. എനിക്ക് അങ്ങനെ എനിക്ക് ഇഷ്ടല്ല. ഇതൊന്നും ചെയ്യരുതേ. തട്ടിക്കളഞ്ഞു. ലാസ്റ്റ് ഇത് ലൈസൻസ് എടുക്കാൻ വേണ്ടി സാറെടുത്ത്, സാർ റോഡിൽ വണ്ടി എടുത്ത അവസാനം കടലിൽ പോയി ചാടുമല്ലോ, താൻ ഇത് ഞങ്ങളുടെ ജോലി കളയുമോ? ഞാൻ പറഞ്ഞു സാർ ഞാൻ സത്യമായിട്ടും വണ്ടി റോഡിൽ ഇറക്കത്തില്ല. ഇറക്കരുത്, ഒരു കാരണവശാലും ഇറക്കരുത്, ഞങ്ങളുടെ ജീവൻ അപകടത്തിലാവും. ഞാൻ പറഞ്ഞില്ല. അത് കഴിഞ്ഞിട്ട് ഞാൻ നന്നായിട്ട് പഠിച്ചു കേട്ടോ, അത് വേറെ പ്രശ്നം.